ഹലോ ഗായ്സ്, നമ്മള് ഇന്ന് അക്വാ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടോട്ട് പോകാനാണ് ഇപ്പൊ ലക്കിയുടെ അഭിപ്രായ പ്രകാരം ഇന്ന് പോകുന്നത്. കാരണം കുറെ നാളായി ലക്കി ഔട്ടിങ്ങിനൊക്കെ പോയിട്ട്. അപ്പൊ ഇന്ന് ഞായറാഴ്ചയല്ലേ നമുക്കും, അപ്പൊ ഇന്ന് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ബൈ. ഹലോ ഗായ്സ്, ഇനി അമ്മക്ക് ഞാൻ എത്തുള്ള ഫേവറേറ്റ് ലക്കി മോൻ അല്ല മീനിന്റെ ഷോ അക്വാ ഷോ പോയിട്ട് ഇവന്റെ കളർ എന്തുവാ? കളറോ? മീനുണ്ട്, ഒരുപാട് കളറുണ്ട്. നിന്റെ ഫേവറേറ്റ് എന്തുവാ? ഗോൾഡ് ഫിഷ്. ഇവന്റെ ഗോൾഡ് ഫിഷ് എന്തെയോ മോൻ എന്ത് ഇഷ്ടമുള്ളത്? കരിമീനോ? കളർ മീനോ? ഓക്കെ ഓക്കെ. നിനക്ക് ഫേവറേറ്റ് എന്തുവാ? എനിക്കും ഗോൾഡ് ഫിഷ്. പിങ്കോ? കുഞ്ഞുള്ളിയ പൊടി. ശരി, നമുക്കപ്പം അവിടെ പോയിട്ട് നോക്കിട്ട് നമ്മളിപ്പോ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയാണ് ഇവിടെ, റോഡ് പോലും കാണാൻ പറ്റാത്തത്ര മഴയാണ്. പറ. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഭയങ്കര മഴ, റോഡ് സ്വന്തമായിട്ട് നമ്മള് കാണുന്നില്ല. അത് ഇവിടെ എന്തിനാ പറയേണ്ട കാര്യം? അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. പക്ഷെ ഭയങ്കര തിരക്കാണ്. ആലപ്പി ഗോൾഡൻ ഡയമണ്ട്സ് പുതിയ കാവ് മാവേലിക്കരം. ആലപ്പി ഗോൾഡൻ പുതിയ കാവ് മാവേലിക്കരം. സഹോദര സ്ഥാപനം. എല്ലാവിധമായ വെള്ളി ആഭരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ആന്റിക് ഐറ്റംസ് എന്നിവയെല്ലാം ആലപ്പി ഗോൾഡൻ ഡയമണ്ട്സ് പുതിയ കാവ്. ലോബ്സ്റ്റർ കൊഞ്ചല്ലേ ഇത്? ലോബ്സ്റ്റർ. അതെ, ഏതിനകത്തോട്ട്? വെള്ളത്തിനകത്തോട്ടോ? ദേണ്ടേ, ഈ മീനെയോ? ഈ മീനാണോ വറുത്ത് കഴിക്കട്ടെ? ശരിയാ. പോ. അകത്തോട്ട് ഇതൊക്കെ തന്നെ മോനെ. ഇതുണ്ടോ?
നടക്ക് 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 നടന്നോ നടന്നോ. വേണ്ട ലക്കി, ഇവിടോട്ട് പോയിക്കേ ലക്കി. വേണ്ടേ വേണ്ടലൊക്കെ ഇതുണ്ടോ? വേണ്ടേ ഈ വേണ്ടേ ലക്കി വേണ്ടേ? ആ പോവാം പോവാം. ബാ ബാ ബാ. ഇവിടെ 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 വേണ്ടേ? നല്ല കളറുകൾ നമ്മള് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് ഇത്തരം മീന്. ഇത് ഈ മീൻ, ഈ റെഡ്, ഈ ഓറഞ്ച്, ഇത്രയും മീൻ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പിടിച്ച് ഞെക്കി പൊട്ടിച്ച് കളഞ്ഞു ഗൈസ്, എല്ലാം പൊട്ടിച്ചു. അങ്ങനെ നമ്മൾ അകത്തോട്ട് പോയി. അകത്തേക്ക് കയറിയപ്പോൾ പലതരത്തിലുള്ള കുറേ ബേഡ്സുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബേഡ്സുകളൊക്കെ കണ്ടു. അങ്ങനെ ഓരോന്നോരോന്നായി കണ്ട് അങ്ങോട്ടും നീങ്ങുക. ലക്കി ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഷോ ഒന്നും നമ്മുടെ അടുത്ത് ഇവിടെ ഒന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ കണ്ട ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ എല്ലാത്തിനെയും തൊട്ട് നോക്കി പോവാണ്. പിന്നെ കുറേ നമ്മളങ്ങോട്ട് കുറേ ഇതേലെ തന്നെ ടൈപ്പ് ഒരുപാട് ബേഡ്സുകളുണ്ടായിരുന്നു. പ്രാവുകൾ തന്നെ പല തരത്തിലുള്ള പ്രാവുകളുണ്ടായിരുന്നു, പല കളറിലെ. പിന്നെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ വേണ്ട പഞ്ചവർണ്ണ തത്തയുണ്ടായിരുന്നു. പിന്നെ അണലിയെ കഴുത്തിലിട്ടുകൊണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേന് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ട ഇതിൻ്റെ പേര് അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഇത് ഉടുമ്പുണ്ടായിരുന്നു. ഉടുമ്പിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മൊത്തത്തിൽ ഇങ്ങനെ എല്ലാം കണ്ട് അങ്ങോട്ട് നീങ്ങി. പിന്നെ പല തരത്തിലുള്ള പഞ്ചവർണ്ണ തത്തകൾ, അതിനെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പഞ്ചവർണ്ണ തത്ത, ഒരുപാട് തത്തകൾ, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് തത്തകളുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ലക്കിക്കാണെങ്കിൽ കൈയിട്ട് അതിനെ പിടിക്കാനിട്ട് അതിനെ ഉമ്മ കൊടുക്കാൻ പോയി ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതിങ്ങനെ ഓരോന്നും നമ്മൾ കണ്ട് അങ്ങോട്ട് നീങ്ങി പോവാം. തത്തയൊക്കെയാണെങ്കിൽ കയ്യിൽ കൂട്ടിനകത്ത് കൈയിടാനായിട്ട് ഇങ്ങനെ നോക്കി ലക്കിപ്പോൾ നടക്കുക. അതിനെയൊക്കെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യാൻ. ആൾക്ക് ആദ്യമായിട്ട് കണ്ടതിൻ്റെ കുഞ്ഞിനെ അത്രയ്ക്ക് ഹാപ്പിയായി, ഒരുപാട് സന്തോഷമായി കുഞ്ഞ്. അവൻ ഇതുവരെ ഇങ്ങനെ നമ്മൾ ഇത്ര അടുത്ത് ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ ആളിങ്ങനെ നിൽക്കുക. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേനും ലവ് ബേർഡ്സ്, പിന്നെ നല്ല ഭംഗിയുള്ള കുറേ പൂച്ചകൾ, നല്ല രസമുണ്ടായിരുന്നു ക്യാറ്റിനെയൊക്കെ കാണാൻ. എന്ന് വെച്ചിട്ട് നിറയെ രോമങ്ങളുള്ള ഒരുപാട് ക്യാറ്റുണ്ടായിരുന്നു. ഒത്തിരി പല വെറൈറ്റി ആയിട്ടുള്ള ക്യാറ്റുകളുണ്ടായിരുന്നു. പിന്നെ ലക്കിക്ക് ഓൾറെഡിക്ക് ക്യാറ്റിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും വീട്ടിൽ ക്യാറ്റിനെ വളർത്തണം. പിന്നെ റാറ്റുണ്ടായിരുന്നു. ഇത് പല കളറിലെ റാറ്റുകളുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള റാറ്റുകൾ, നല്ല ക്യൂട്ടായിട്ടുള്ള റാറ്റുകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിതുവരെ അങ്ങനത്തെ നമ്മുടെ നാട്ടിലുള്ളതും ഒക്കെയുള്ള റാറ്റിനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ കൂടുതലിട്ട് വളർത്തുന്ന വേറെ കളറിലെ ഒക്കെ റാറ്റുകളുണ്ടല്ലോ, അതിനെയൊക്കെ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഓരോന്നോരോന്ന് കാണുമ്പോഴത്തേനും നമുക്കങ്ങ്
ഇത് കണ്ടിട്ട് എനിക്ക് കീരിയാണെന്നാണ് തോന്നുന്നത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി അങ്ങോട്ട് നടന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു വെറൈറ്റി സാധനത്തിന് ഇങ്ങനെ അത് സെയിലിനിട്ടേക്കുമായിരുന്നു. അണലിയെ സെയിലിനിട്ടേക്കും. അത് ഒരു മറ്റേ ബൗളിനകത്തിൽ ഫോർ സെയിലെന്ന് പറഞ്ഞിട്ടിട്ടേക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് അതിലും വലിയൊരു പഞ്ചവർണ്ണ തത്ത ഉണ്ടായിരുന്നു. ആണെങ്കിൽ ലക്കി അന്നേരം ചോദിക്കുന്നുണ്ട്, ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യുന്ന തത്തയാണോ ഇതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കളിപ്പാട്ടം പോലെ ഇരിക്കുന്നില്ലേ കാണാൻ, കുഞ്ഞുങ്ങളുടെ ടോയ് പോലെ ഇരിക്കുന്ന നല്ല ഭംഗിയുള്ള എന്തോരം വെറൈറ്റി കളറുകൾ അതിൻ്റെ ചിറവിന്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിനെ കാണാൻ. പിന്നെ അവിടുന്ന് കുറച്ച് ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് ഇത്ര എടുത്തുകൊണ്ട് നടന്ന ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ കുറേ സെറ്റും പിന്നെ കട്ടിലുകൾ, കസേരകൾ വെറൈറ്റി ആയിട്ടുള്ളത് സെയിലിന് അവരിട്ടേക്കുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് അങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോൾ പലതരത്തിലുള്ള ചിപ്സുകൾ, ആ പുള്ളിക്കാരൻ പറയുന്നതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ട്. പിന്നെ അത് ആ ചിപ്സുകളെന്ന് പറയുന്നത് പിന്നെ നവധാന്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അടങ്ങിയതും. പിന്നെ പാവയ്ക്ക, ബീട്രൂട്ട്, പിന്നെ ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, വെണ്ടയ്ക്ക, അങ്ങനത്തെ കുറേ ഐറ്റംസ് വറുത്തതൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ വളക്കട കണ്ടപ്പം വളക്കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ ഒന്ന് തോന്നി. അപ്പം ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു ഒരു ഇത് ലിപ്പ് ലൈനർ. അപ്പോൾ അവിടെ നിന്നൊരു ലിപ്പ് ലൈനർ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നീങ്ങിയപ്പം പോപ്കോൺ കണ്ടു. പോപ്കോൺ അപ്പോൾ കഴിക്കാൻ, അപ്പോൾ ലക്കിക്ക് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പോപ്കോൺ കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചീസിൻ്റെ ഒരു പോപ്കോൺ നമ്മൾ വാങ്ങിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ പതുക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഇതില്ല. ലക്കിയുടെ അതിൻ്റെ ഇടയ്ക്ക് ലക്കി ഒരു കണ്ണാടി ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച്, കണ്ണാടി വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു, റേറ്റും കുറവായിരുന്നു ആ ഗ്ലാസ്സിന്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചെന്നപ്പോഴത്തേന് പഴയകാല മിഠായികൾ, പഴയ ഓർമ്മ ഉണർത്തുന്ന പല മിഠായികൾ ഇതേണ്ട, നമ്മുടെ മറ്റേ പൈസ മിഠായി, കോയിൻ മിഠായി, പിന്നെ ജാമ്, പുളി ജാമ്, പിന്നെ അതുപോലുള്ള വീടി മിഠായി, പിന്നെ മറ്റേ ബോംബെ പൂട എന്നൊക്കെ പറയത്തില്ലേ, അതേലെ മിഠായികൾ ഇഷ്ടക്കണക്കിന് പല വെറൈറ്റി മിഠായികൾ. അപ്പോൾ അങ്ങോട്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോഴാണ് ഒക്കെ പറയുന്നത്, ദേണ്ടമ്മേ ജിയോ മച്ചാൻ്റെ M4 ജിയോ മച്ചാൻ്റെ വ്ളോഗിനകത്ത് കാണുന്ന അത്തരം ഈ ബോംബെ പൂട ഇങ്ങനെ ഉണ്ടാക്കുന്ന മെഷീൻ വേണ്ട, എനിക്കത് വേണമെന്ന് പറഞ്ഞത് വാങ്ങിച്ച് കഴിച്ചു ഒന്നുമില്ല ആൾ. അത് പകുതി മുക്കാലും ഞാൻ കഴിക്കേണ്ടി വന്നു. അത് കണ്ടപ്പോൾ ഒരാകാംക്ഷ, അങ്ങനെ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കഴിക്കണമെന്ന് ആൾക്കൊരു സന്തോഷം കൊണ്ട് അങ്ങ് വാങ്ങിച്ചതാണ്. അങ്ങനെ വാങ്ങിച്ച് ആദ്യം ഒരു 2-3 കടിയൊക്കെ കഴിച്ചു. പിന്നെ കഴിച്ചത് മതിയായി, മടുത്തു. അപ്പം വെള്ളം വേണമെന്ന് പറഞ്ഞ് അവിടെ എല്ലാം വെള്ളം കുടിക്കാനായിട്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. കുറേ നേരം കൊണ്ട് വെള്ളം തിരക്കി നടക്കുമോ, ദാഹിച്ചിട്ട്. വെള്ളക്കടയൊക്കെ ഏറ്റവും ലാസ്റ്റിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു പൈനാപ്പിൾ സർബത്ത് പറഞ്ഞു. ലക്കിക്ക് കുലുക്കിയാണ് ഞാൻ പറഞ്ഞത്, പൈനാപ്പിൾ കുലുക്കി. ലക്കിക്ക് പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ പിന്നെ മിൽക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞു, അത് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അതുണ്ടാക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ, അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് കുടിച്ചിട്ട് അവിടെ നിന്ന് ലക്കിയുടെ ഇച്ചിരി എടുക്കാൻ ഇച്ചിരി ലേറ്റായി. അപ്പം അപ്പോൾ അത് കുടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്, ഉണ്ടാക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ഗ്രേപ്പ് ലൈമും പറഞ്ഞായിരുന്നു. ഗ്രേപ്പ് ലൈമും അത് മനുവിനാണ് ഗ്രേപ്പ് ലൈം പറഞ്ഞത്. അതിങ്ങനെ അതും കുടിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നു പതുക്കെ. അപ്പോഴത്തേനും മറ്റേ വടാപ്പാവും പിന്നെ കോളിഫ്ലവർ ബജ്ജി, പൊട്ടറ്റോയുടെ എന്തൊക്കെയോ സംഭവങ്ങൾ, അതിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അത് ലക്കിക്ക് ഈ പൊട്ടറ്റോയുടെ ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടപ്പോഴേ പറഞ്ഞു, അമ്മ അത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ചേട്ടൻ അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടാനായിട്ട് ലക്കി മണി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് കോളിഫ്ലവർ ബജ്ജി ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. പിന്നെ രണ്ടാമത് അവർ പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. ഞാനപ്പോൾ അവിടെ ഇന്നോട് ചോദിക്കുന്നുണ്ട്, അയ്യോ കോളിഫ്ലവർ ബജ്ജി ഇടില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെല്ലാം കഴിച്ചപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങോട്ട് നീങ്ങിയപ്പം ഈ കാർ ഒരു വട്ടം നമ്മുടെ ഇവിടെ ഉത്സവത്തിന് വന്നപ്പം ഈ ടോയ് ഉണ്ടായിരുന്നു, ഇലക്കി അത് കയറിയതാണ്, ഈ റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ അന്ന് കയറിയതല്ലേ, ഒരു വട്ടം കൂടെ എന്നെ കയറ്റാവോന്നും പറഞ്ഞിട്ട് അതിൽ കയറണമെന്നും പറഞ്ഞ് അതിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ അത് നീങ്ങുന്നില്ല. അതിന് നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ നീങ്ങുന്നില്ല. അപ്പോൾ അവിടുന്ന് വന്ന് ഒരു സൈഡിൽ നിന്ന് തള്ളി കൊടുക്കുക, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നും തള്ളി കൊടുക്കുക, നീങ്ങുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് മതി അമ്മ ഇനി അങ്ങോട്ട് തന്നെ തിരിച്ചു വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുക. ഒരുപാട് ഇഷ്ടപ്പെട്ട്
ഈ റൈഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഒന്നും നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. നമുക്കിങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് സമയമില്ല എപ്പോഴും ഇറങ്ങാൻ. അപ്പം അങ്ങനെ കയറ്റാമെന്ന് വിചാരിച്ചപ്പോൾ ആൾക്കും ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ ആളിത് ഇങ്ങനെ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ. ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മഴ ചാറുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. മഴച്ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരമൊന്നും ഒരുപാട് സമയമൊന്നും നിന്നില്ല. ഞങ്ങൾ മഴയ്ക്കും പെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഉണ്ട് ഇതാണ്ട് ട്രെയിന്. ഒരു കാരണവശാലും എന്നെ ട്രെയിനിൽ കയറ്റത്തില്ലായിരുന്നു. ഒറ്റയ്ക്കിരുന്നോളാമെന്നൊക്കെ പറഞ്ഞാണ് ആൾ അവിടെ നിന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുത്താനൊരു പേടി കൊണ്ട് ഞാനിവിടെ കയറിയതാണ്. ഇടിച്ച് കയറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഈ സംഭവം ഇതിൽ കയറിയിട്ടുള്ള മക്കളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെന്ന് പറയുന്നത് ലക്കിക്ക് ഇതുവരെ ലക്കി കയറിയിട്ടില്ല. നമ്മുടെ ഇവിടെ ഉത്സവമൊക്കെ വരുമ്പം ഇത് വരുമായിരുന്നു. അപ്പോൾ ലക്കി ഇതുവരെ അത് കയറിയിട്ടില്ല. ലക്കിക്ക് പേടിയാണ്. ചവിട്ടി കയറിയാൽ തെന്നി വീഴുവോ ഒക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ലക്കി മോൻ കയറി കുഴപ്പമില്ല, ഇങ്ങനെ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പേടിയ ആൾക്ക്. ചവിട്ടിയിട്ട് അവിടെ അദ്ദേഹം മൊത്തം മഴ നനഞ്ഞ് വെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. കാലിന് ഗ്രിപ്പ് കിട്ടാതെ തെന്നി പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഉണ്ട് അവിടുത്തെ ആ ചേട്ടൻ തന്നെ പറഞ്ഞു ബാ പിടിച്ച് ഞാൻ കയറ്റാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയും കൂടെ പിടിച്ച് കുഞ്ഞിനെ കൊണ്ട് കയറ്റുക. അങ്ങനെ ആള് ഭയങ്കര ഒരു ക്രൈസോടെ ഇങ്ങനെ കയറി മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുവാണേ. അപ്പോൾ ഇടയ്ക്കൊക്കെ കാല് വഴുതി വീഴുന്നുണ്ട് ആള്. പിന്നെ പതുക്കെ പിന്നെ പിടിച്ച് പിന്നെ കയറി മണ്ടയ്ക്ക് എന്നപ്പോൾ ആള് ഹാപ്പിയായി. പിന്നെ അവിടുന്ന് സ്ലൈഡറേലായിട്ട് നിരങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുവഴി പോകണമെന്നറിയാതെ കൺഫ്യൂഷനായിട്ട് നിൽക്കുക. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതുവഴി നിരങ്ങി ഇങ്ങി പോന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങളും താഴെ നിന്ന് കിടന്ന് വെള്ളം വെക്കുന്നുണ്ട് അതുവഴി ഇങ്ങനെ ഇറങ്ങിയാൽ മതി, ഇതുവഴി ഇങ്ങനെ ഇറങ്ങിയാൽ മതി എന്ന്. അപ്പോൾ ഉണ്ട് അതുവഴി പുള്ളിക്കാരൻ നിരങ്ങി വന്നു. പക്ഷേ ആദ്യം നിരങ്ങിയപ്പം കുഞ്ഞൊന്ന് പേടിച്ചു. കാരണം ചരിഞ്ഞാ കുഞ്ഞ് വീണത്. പേടിച്ചു പോയി. ഞാനും സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി, എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. പക്ഷെ ആൾക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു. ആൾ പിന്നെയും കയറാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ആളങ്ങ് തന്നെത്താൻ അങ്ങ് കയറാനുള്ള ശ്രമം തുടങ്ങി. അതെല്ലാം ചാടാനും തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു കുഞ്ഞ് കയറി പേടിക്കണ്ട കയറിക്കോളാൻ പറഞ്ഞ് ആദ്യം വഴി തെറ്റി അപ്പുറത്തൂടെ കയറാൻ പോയി. പിന്നെ ഇപ്പുറത്തൂടെ കയറ്റി വിട്ടു. അങ്ങനെ ആള് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് കയറാൻ. ഒരു അപ്പുറത്ത് മക്കളും കയറുന്നുണ്ട്. കയറുന്നതനുസരിച്ച് ഇത് കുരുങ്ങുന്നതനുസരിച്ച് ഇവർക്ക് കാല് വെക്കാനുള്ള ഗ്രിപ്പ് കിട്ടാതാവുന്നുണ്ട്. പിന്നെ പതുക്കെ ചവിട്ടി ഓരോന്നായിട്ട് ഇങ്ങനെ ആൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിലും കയറി പിന്നെ അങ്ങ് ചെന്ന് പിന്നെ തിരിച്ചിറങ്ങി. അപ്പം ലക്കി ഇങ്ങനെ കയറിയപ്പോൾ ഒരു കുഞ്ഞു മോൾ ഇങ്ങനെ കയറാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചു മോളായിരുന്നത്. അപ്പോൾ അത് കയറാൻ അതിന് പേടി. അങ്ങ് വരെ കയറിയിട്ട് തിരിച്ചിറങ്ങാൻ വയ്യാതെ അവിടെ നിന്ന് പിണങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്കിമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ബാബാ ഞാൻ ഇറക്കാം ബാബാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്നേരം ആൾക്ക് തന്നെ ഇറങ്ങാൻ കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ കുഞ്ഞിനെ മോളെയും കൊണ്ട് ഇറങ്ങുന്നത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് ആള് തന്നെ പിന്നെ തിരിച്ചിറങ്ങിയത്. പിന്നെ മഴ ചാറാൻ തുടങ്ങിയപ്പോഴത്തേനും അപ്പം ഞാൻ പറഞ്ഞു ബാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു താല്പര്യവും ഇല്ലായിരുന്നു തിരിച്ചിറങ്ങി വരാൻ. അതുപോലെ കൊണ്ട് മണ്ടയ്ക്കൊക്കെ കയറിയിട്ട് പൊത്തോന്ന് വീഴുക. പിടിച്ച് കയറുക. ആദ്യമായിട്ട് കയറുക. കാലൊക്കെ തെന്നി പോകുന്നുണ്ട്. പിന്നെ ആള് പിന്നെയും അതിങ്ങനെ ഇങ്ങനെ വന്ന് വരാനുള്ള ഭയങ്കര ഹാപ്പിയിൽ ഇങ്ങനെ ചിരിച്ചോട് നിരങ്ങി വരും. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് കൈ കെട്ടി വെച്ചിട്ട് തല ബാക്കിലോട്ട് കിടത്തി വരാൻ. ഇവിടെ ആദ്യം കൈയൊക്കെ കെട്ടി പിന്നെ തിരിച്ച് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് കൈയൊക്കെ മാറ്റിയിട്ട് ഈസി ആയിട്ട് ചിരിച്ചോണ്ട് ഇറങ്ങി വന്നതാള്. അപ്പോഴത്തേനും മഴ ചാറി. അപ്പോഴത്തേനും നമ്മൾ പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെയും കയറണം. അപ്പോഴത്തേനും ആ ചേട്ടൻ പിടിച്ചിങ്ങ് ഇറക്കി തന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് വാള് കണ്ട് വാള് വേണമെന്ന് പറഞ്ഞ് ബഹളമായി. പിന്നെ അവിടെ നിന്ന് വാളും വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോഴത്തേനും മഴ നന്നായിട്ട് ചാറി തുടങ്ങി. അപ്പോഴത്തേനും നമ്മൾ വ്ളോഗ് അവസാനിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് അവസാനിപ്പിച്ചപ്പം ലാസ്റ്റ് പറയാനായിട്ട്